ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഞാൻ സുധീഷ് സാശ്വൻ. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. അത് നാളത്തേക്കുള്ള നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള ടൈമിൽ നമ്മൾ എല്ലാ ദിവസവും സൂമിൽ ഒരു ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ആ ഒരു ലൈവ് ട്രേഡിംഗിന്റെ പാർട്ടാകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഇന്നിപ്പം നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ആയിരുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ് ആയിരുന്നു, ഒരു ബിയറിഷ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ഓക്കെ. അപ്പം നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. നമ്മൾ ചാർട്ട് നോക്കി കാണാൻ സാധിക്കും. പലതവണ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത ഒരു ലെവലാണ്. കാരണം മൾട്ടിപ്പിൾ ടൈമിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയ ഒരു ലെവലാണ് ഇപ്പം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ ഒന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്യുക. അതായത് 25,900 മുതൽ 25,860 വരെയുള്ള ലെവൽ, ആ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് നിഫ്റ്റിയിൽ. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നമ്മൾ ഈ ഒരു ലെവലിന്റെ താഴെയാണ്, അതായത് 25,860 താഴെയായിട്ട് ഒരു 50 മിനിറ്റിന്റെ ക്യാനില് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 25,766 എന്ന് പറയുന്ന ലെവലാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റ്. അപ്പം ഫർദർ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഒന്ന് 25,700, അതുപോലെ തന്നെ 25,645 എന്ന് പറയുന്ന ലെവലാണ് നിഫ്റ്റിയുടെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലുകൾ. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നിഫ്റ്റി ഒരു ട്രെൻഡ് ഒരു റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ ഈ ലെവല് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 26,000 മുകളിൽ നമുക്കൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്സൈഡിലേക്ക് നമുക്ക് ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 26,100 അപ്പൊ നമുക്കത് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഉറപ്പ് വരുത്തണം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണെന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 26,000 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവല് നിങ്ങൾ നോട്ട് ചെയ്യുക, 26,100 ലെവല്. അതുപോലെ തന്നെ 26,143, അതുപോലെ തന്നെ 26,200 26,200 മുതൽ 26,214 വരെയുള്ള ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നിഫ്റ്റിയിൽ. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഇന്നിപ്പം കാണാൻ സാധിക്കുന്ന ഒരു ഇമോഷണൽ സെല്ലിംഗ് ആണ്. അതായത് നമുക്കറിയാം പലപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന് പിന്നില് പലപ്പോഴും സ്മാർട്ട് മണിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. പക്ഷെ ചില സമയങ്ങളിൽ റീറ്റെയിലേഴ്സിന്റെ ഒരു പാനിക് സെല്ലിങ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ അപ് സൈഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് മൂവ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഒരു സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പാനിക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഇമോഷണൽ സെല്ലിംഗ് എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് തിരിച്ച് വീണ്ടും ആ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലെ ഒരു POC, അതായത് പോയിന്റ് ഓഫ് കൺട്രോൾ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടായത് വിത്തിൻ ഒരു 5 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് ആ ലെവലിൽ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നാളത്തേക്ക് നമുക്ക് 26,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ലെവൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഓവറോൾ നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് ആണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു അപ്സൈഡ് മൂവ് നമുക്ക് നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മുകളിലോട്ട് 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ലെവൽസ് ഇതാണ് 26,100, അതുപോലെ തന്നെ 26,143, അതുപോലെ തന്നെ 26,200 എന്ന് പറയുന്ന ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മളിപ്പം മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് ഈ ലെവല് ഈ 26,214 ലെവലിൽ ക്ലോസ് ചെയ്യാൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഒരു ഫർദർ അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 26,313 നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ സെറ്റപ്പ് ഈ ലെവൽസ് നിങ്ങൾ നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.